നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. വിഖ്യാത ഇതിഹാസ സ്പാനിഷ് ഫുട്ബോളർ ആന്ദ്രേസ് ഇനിയസ്റ്റ മൊറോക്കോ ഫുട്ബോളിൻ്റെ തലപ്പത്തേക്ക് എത്തുമോ എന്ന ചർച്ചയാണ് ഫുട്ബോൾ ലോകത്ത് നടക്കുന്നത്. ആന്ദ്രേസ് ഇനിയസ്റ്റയെ തങ്ങളുടെ സ്പോർട്ടിംഗ് ഡയറക്ടറാക്കാൻ മൊറോക്കോ ഫുട്ബോൾ ഫെഡറേഷൻ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ. ചർച്ചകൾ നടക്കുന്നു. എന്നാൽ ഇതുവരെയും തീരുമാനങ്ങളോ കരാറിൽ ഒപ്പിടലോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ തീർച്ചയായും ചർച്ച നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മൊറോക്കോ അതിൻ്റെ കോച്ചിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. നമുക്കറിയാം, മൊറോക്കോ കഴിഞ്ഞ ലോകകപ്പിൽ സെമിഫൈനലിൽ എത്തിയതോടെയാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു ഫുട്ബോൾ ടീം എന്ന നിലയിൽ ഒരു ജയൻറ്റ് കില്ലറായിട്ടാണ് അന്ന് മൊറോക്കോ ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ എത്തിയത്. അത്രയും ഉജ്ജ്വലമായി കളിച്ച് ഫുട്ബോൾ ആരാധകരെ മുഴുവൻ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട്, അത്രമാത്രം സ്നേഹം തോന്നുന്ന വിധമാണ് മൊറോക്കോ കളിച്ചത് ആ ലോകകപ്പിൽ ടീമിൻ്റെ കോച്ചായിരുന്ന ആളെയാണ് ഇപ്പോൾ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടിയിട്ടുണ്ട്. ഇനിയസ്റ്റ വരുന്നു. ഇനിയസ്റ്റ പക്ഷേ കോച്ചായിട്ടല്ല, സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വരുന്നു. മൊറോക്കോ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ എന്തായാലും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ വേണം ഇനിയസ്റ്റ വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇനിയസ്റ്റ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മൊറോക്കോ ഫുട്ബോളിന് അത് നൽകുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇനിയസ്റ്റ അത്രമാത്രം ഗംഭീരനായ ഒരു കളിക്കാരനായിരുന്നു. നമുക്കറിയാം, സ്പെയിൻ 2010 ലോകകപ്പ് നേടുമ്പോൾ ഇനിയസ്റ്റയുടെ പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയുന്നതാണ്. അത് ഫുട്ബോൾ ആരാധകരോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ നിലയിൽ മൊറോക്കോയുടെ തലപ്പത്ത് വരുമ്പോൾ മൊറോക്കൻ ഫുട്ബോളിന് അത് വലിയ ഊർജം നൽകും. ഇപ്പോൾ തന്നെ നല്ല ടീമാണ് മൊറോക്കോ, നല്ല ശക്തമായ ടീമാണ് മൊറോക്കോ. ലോകകപ്പിന് മുമ്പ്, ഈ വരാൻ പോകുന്ന ലോകകപ്പിന് മുമ്പ് ഇനിയസ്റ്റയെ കൊണ്ടൊന്ന് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് മൊറോക്കോ ഫുട്ബോൾ ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത്. ലോകകപ്പിന് ജൂണിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുമ്പ് ഇനിയസ്റ്റയെ കൊണ്ടുവരാൻ അവർക്ക് കഴിയുമോ ഇല്ലയോ എന്ന് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ തന്നെ, അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വ്യക്തമാകും.